ശ്രീ ഉല്ലാസ് ബാബു, ബി ജെ പിക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ ഇത്തരം വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നതാണ് കോൺഗ്രസിന് പ്രധാനമായ ഒരു ആരോപണം. മുമ്പ് എനിക്ക് പറയുള്ളൂ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആദ്യഘട്ടങ്ങളിലൊന്നും ഒരിടത്തും ബി ജെ പി CAA നടപ്പിലാക്കിയെന്ന അവകാശവാദം ഉന്നയിച്ചു കണ്ടില്ല. പിന്നീട് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഈ വിഷയം മുന്നോട്ട് വെക്കുമ്പോഴാണ് ഇതിലൊക്കെ മറുപടി പറയുന്നത് കാണുന്നത്. എൻ്റെ നിരീക്ഷണം ശരിയാണോ എന്നറിയില്ല, താങ്കളാണത് പറയേണ്ടത്. നോക്കൂ ഉമേഷ്, BJP ഒരു ഉത്തരവാദിത്വമാണ് BJP തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക എന്ന് പറയുന്നത് BJP ഉത്തരവാദിത്തമാണ്. BJP പറഞ്ഞ കാര്യങ്ങൾ BJP കൃത്യമായി നടപ്പിലാക്കും. BJP CAA നടപ്പിലാക്കും എന്ന് പറയപ്പെടുന്നത് ഒരു നാടിന്റെ ആവശ്യമാണ് എന്നേ. നാടിന്റെ സ്വത്വത്തെക്കുറിച്ച് നൈതികതയെക്കുറിച്ചും എനിക്ക് മുന്നേ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു. നോക്കൂ, ഒരു നാടിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു തെറ്റുമില്ല. പിന്നെ അത് BJP നടപ്പിലാക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റാതെ വർഷങ്ങളോളം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ട് ഒരു ചൂക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റാത്ത കുറെ വിദ്യാസുരന്മാരുടെ നേതാക്കന്മാർ കവലപ്രസംഗം നടത്തും. BJP മൂന്നാം തവണ വരില്ല. അത് കുറച്ച് നാൾ ഉണ്ടാവും, 4-ാം തീയതി വരെ. 4-ാം തീയതി കഴിയുമ്പോൾ വീണ്ടും ഓട്ടം തുടങ്ങും. ഭാരത് ചോടോ എന്ന് പറഞ്ഞ് ഓടാമെന്നല്ലാതെ ഇന്ത്യ മഹാരാജ്യം എഴുതി വെച്ചോ ഉമേഷ്, BJP മൂന്നാം തവണ വിജയിച്ച് അധികാരത്തിൽ വരും. അതിൽ ഒരു പ്രയാസവുമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണല്ലോ മൻമോഹൻ സിംഗ്. അദ്ദേഹമായിരുന്നല്ലോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി 10 വർഷം. 2003 CAB-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച നടക്കുകയാണ് പാർലമെന്റിനകത്ത്. അത് ഇല്ല എന്ന് ഇവർ പറയുന്നത് പാർലമെന്റ് രേഖയാണ്. അന്ന് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന ബഹുമാനായ ശ്രീ LK അദ്വാനിജി അദ്ദേഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ശ്രീ മൻമോഹൻ സിംഗ്, ഇവർക്ക് അറിയാമെന്ന് തോന്നുന്നു, ഈ റോണിക്ക് അറിയാവുന്ന ആളാണ് മൻമോഹൻ സിംഗ് എന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? After the partition of our country, the minorities in the countries like Bangladesh have faced the persecution, and it's our moral obligation that the circumstances force unfortunate people to seek the refuge of our country, and our approach to granting citizenship to them should be more liberal. Hope that the Honorable Deputy Prime Minister will bear this mind and charting out the future course of action with regard to the Citizenship Act എന്ന് കൃത്യമായി പറയുന്നു. 2012 നടക്കുന്ന പാർട്ടി കോൺഗ്രസിനകത്ത് തീരുമാനമെടുക്കുന്നു. എന്താ തീരുമാനമെടുത്തതെന്ന് അറിയാമോ? അല്ലെങ്കിൽ പറഞ്ഞ് ഇന്ത്യൻ സർക്കാരിനോട് അവർ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? സിംപത്തറ്റിക്കലി കൺസിഡർ ചെയ്യാനാ പറയുന്നത്. എന്തിനാ? ഈ അഭയാർത്ഥികളുടെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ പരിപാടികൾ, ഈ 2 സംവിധാനങ്ങളും കൃത്യമായി കൊണ്ട് ഈ പരിപാടികളിൽ തീരുമാനമെടുത്തിട്ട് അത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഇന്ന് രാഷ്ട്രീയപരമായി, മതപരമായി, ജാതീയമായി, വർഗീയമായി ഇവരെ വേർതിരിച്ചുകൊണ്ട് മാത്രമേ ജയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ആ ബോധം വന്നപ്പോൾ കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുന്നത്? ഇവരെ 2 ഇവരെ 4 ഇവരെ 16 കമ്മ്യൂണിസ്റ്റുകാര് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഗുണമില്ല എന്നേക്കാം. കാരണം എന്താ വെച്ചാൽ 4 സീറ്റിന് വേണ്ടി മത്സരിക്കുന്നവരും ഈ 40 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന റോണിക്കും ഇതൊക്കെ പറഞ്ഞിങ്ങനെ നടക്കാമെന്നല്ലാതെ 400 സീറ്റിലേക്ക് വിജയിച്ചു കയറുന്ന BJP-യോടൊന്നും നിങ്ങൾ ഇതിന്റെ ഈ അഭ്യാസം ഒന്നും വെച്ചിട്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഈ റോണി പറയുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? NRC, NPR. ഉമേഷേ, സത്യസന്ധമായി പറ, രാഷ്ട്രീയം മാറ്റിവെക്ക്. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ? ഈ CAA നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് NRC-യോ NPR-ഓ പ്രതിപാദിച്ചിട്ടുണ്ടോ? 2, സുപ്രീം കോടതിയുടെ ഒരു നിയമം നടപ്പിലാക്കുന്ന വിഷയത്തിൽ BJP ആണോ നേരിട്ട് വന്ന് നടപ്പിലാക്കുന്നത്? അപ്പൊ അതൊക്കെ BJP-യുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഒരു ആന്റി മുസ്ലിം ആണ് എന്നും ഇതൊരു വയലേഷൻ ആണ് എന്നും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടല്ല നിങ്ങൾ നടത്തേണ്ടത്. നിങ്ങൾ അധികാരത്തിൽ ഇത്ര കാലം ഉണ്ടായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുക റോണി, ഒരു നാണവും മാനവും ഇല്ലാതെ. എന്റെ റോണിയെ, ഈ കേരളത്തിനകത്ത് നെല്ലിന്റെ താങ്ങുവില നിശ്ചയിച്ച സമയത്ത്, കേന്ദ്രം കൊടുത്ത താങ്ങുവില കൂട്ടി നിശ്ചയിച്ച സമയത്ത്, അത് കേരളം കൊടുക്കുന്ന ഗ്രാന്റിൽ നിന്ന് കുറച്ച സമയത്ത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ നിയമസഭയിൽ എന്ത് ചെയ്യുകയായിരുന്നു? കർഷകന് കൊടുത്തോ? അവനവൻ വിതയ്ക്കുന്ന നെല്ല് അവനവൻ കൊയ്ത് അവനവൻ ചാക്കിലിട്ട് അവനവൻ മൂട്ടി ഈ സപ്ലൈകോയ്ക്ക് കൊടുക്കുമ്പോൾ, മില്ലുകളിലേക്ക് കൊടുക്കുമ്പോൾ, DBT ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ അവന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരാൻ സാധിക്കാത്ത ഈ കേരള സർക്കാർ ചതിച്ചപ്പോ നിങ്ങളെ കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നു. എന്നിട്ട് കർഷകന് വേണ്ടി നിങ്ങൾ കരയുന്നോ? ഞങ്ങൾ കൃത്യമായിട്ട് ഈ നാടിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങളോട് കൃത്യമായി സംബന്ധിച്ചതിന് ശേഷമാണ് ഈ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മാൻഡേറ്റിന് വരുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അവിടെ ഒരു സംശയമില്ലാതെ ഞങ്ങൾ ജയിച്ചു കയറും. വെറുതെ നിങ്ങൾ ഒരുപാട് വർഷം ഭരിച്ചിട്ട് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ 10 വർഷം കൊണ്ട് ഞങ്ങൾ കൃത്യമായി നടപ്പിലാക്കി ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് വരും വർഷങ്ങളിൽ അതിന്റെ ഏറ്റവും വലിയ മേഖലയിലേക്ക് എത്തിച്ചേരുമെന്ന് അറിഞ്ഞപ്പോ ഉത്തരം മുട്ടുമ്പോ എന്റെ റോണിയെ കൊഞ്ഞനം കുത്തിയിട്ട് ഒരു കാര്യവുമില്ല.
50 കൊല്ലം കഴിഞ്ഞാൽ റോണിയുടെ കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് അടിവരയിട്ട് എഴുതി വെച്ചോ. അതിന് പാകമുള്ള ഒരു ദീർഘശാലിയുമില്ല, ഒരു ദീർഘവീക്ഷണമുള്ള നേതാവും ഈ കോൺഗ്രസിനകത്ത് ഇന്നില്ല എന്ന് റോണി വെച്ചോ. ഇന്ന് വരുന്നവരും പോകുന്നവരും ലോട്ടറി കച്ചവടം നടത്തുന്നവർ വിളിക്കല്ലേ, വരൂ പ്രധാനമന്ത്രിയാക്കാം, വരൂ പ്രധാനമന്ത്രിയാക്കാം. എവിടെ രാഹുൽ ഗാന്ധി, എവിടെ പ്രിയങ്ക ഗാന്ധി, എവിടെ സോണിയാഗാന്ധി? ഇപ്പൊ കെജ്രിവാളിന്റെ തോളത്തും കയറി ഇങ്ങനെ നടക്കല്ലേ. പണ്ട് ഈ അനിൽ എന്ന് പറയപ്പെടുന്ന PCC അധ്യക്ഷൻ ഡൽഹിയിൽ പരാതി കൊടുത്തല്ലോ. കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ കെജ്രിവാളിനെ അകത്തിടാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് അകത്തിടുന്നില്ല എന്ന് പറഞ്ഞ് ഡെയിലി പത്രസമ്മേളനമായിരുന്നു BJPക്ക് നേരെ. ഇപ്പൊ കെജ്രിവാളിന്റെ തോളത്ത്, ഇടത്തെ തോളത്ത് രാഹുലിനെയും വലത്തെ തോളത്ത് ഗാർഗയെയും കയറ്റി വെച്ച് കെജ്രിവാളിനെ അങ്ങനെ നയിച്ചു കൊണ്ട് നടക്കുമ്പോ അവനവന്റെ സ്വത്വം പണയം വെച്ച് ഇന്ത്യ മഹാരാജ്യത്ത് വേർത്തി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കൂല റോണി. നിങ്ങളുടെ കോൺഗ്രസ് 50 കൊല്ലം നടന്നാലും ഇന്ത്യ മഹാരാജ്യത്ത് പച്ച തൊടാൻ പോകുന്നില്ല എന്ന് എഴുതി 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 വെച്ചോ. ഞങ്ങൾ 3-ാം തവണയും ഭരിക്കും, 4-ാം തവണയും വരും, 5-ാം തവണയും വരും. കാരണം ഞങ്ങൾക്ക് കൂറ് ജനങ്ങളോടും നിങ്ങൾക്ക് കൂറ് പണത്തോടുമാണ്. അതിന്റെ പ്രശ്നം. ശ്രീ ജയേന്ദ്രൻ, എങ്ങനെയാണ് CPM ഈ വിഷയത്തിൽ നിലപാടിൽ മലക്കം അറിയാൻ സാധിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ 2012 കോഴിക്കോട് ചേർന്ന 20ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച പ്രമേയമാണ്, അന്നത്തെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ച പ്രമേയമാണ് മതന്യൂനപക്ഷങ്ങൾക്ക്, ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭാരതം അഭയം നൽകണം, അവരുടെ കാര്യത്തിൽ ലിബറൽ നയം സ്വീകരിക്കണം. വ്യക്തമായി പറയുന്നുണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് എന്ന് തന്നെ ആ പ്രമേയത്തിൽ എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല ചില സമുദായങ്ങളുടെ പേര് പറയുന്നുണ്ട്. ആ പ്രദേശങ്ങളിലുള്ള ദളിത് സമുദായത്തിൽ, ഹിന്ദു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ വലിയ പീഡനം അവിടെ അനുഭവിക്കുന്നുണ്ട്, അവർക്ക് സംരക്ഷണം നൽകണം എന്ന് പറയുന്ന CPM-ന്, ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് നടപ്പിലാക്കുമ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ സാധിക്കുക? ഉമേഷ്, അതിനെ അങ്ങനെയല്ലല്ലോ കാണേണ്ടത്. ഇപ്പോൾ പാനലിസ്റ്റുകളിൽ ആർക്കും അവരുടെ രാഷ്ട്രീയ അഭിപ്രായം പറയാം, പക്ഷെ ഒരു ആങ്കർ അങ്ങനെയല്ല കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ അഭിപ്രായം ഞാൻ ആ പ്രമേയത്തിന്റെ കോപ്പി വായിച്ചു നോക്കിയിട്ടാണ് ഈ വിഷയം പരാമർശിച്ചത്. അനുഭവിക്കുന്ന ഏത് സമുദായവും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ എന്താണ് ഞാൻ ആ പ്രമേയത്തിന്റെ പകർപ്പ് വായിച്ചു നോക്കിയതിന് ശേഷമാണ് ആ പരാമർശം നടത്തിയത്. ഞാൻ പക്ഷം പിടിച്ചതല്ല. അല്ല, താങ്കൾ പക്ഷം പിടിച്ചു എന്നുള്ള ആക്ഷേപമല്ല ഞാൻ ഉന്നയിച്ചത്. അതിൻ്റെ അകത്ത് ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, താങ്കളോട് ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. CPM പിന്നെ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, ഇപ്പോൾ CAA ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും മതവിഭാഗങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞ വായിച്ച് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ ഭാഗം ശരി തന്നെയാണ്. അവരെ ഈ കാര്യത്തിൽ അവർക്ക് പൗരത്വം കൊടുക്കരുത് എന്ന് CPM എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ വായിച്ചിട്ടില്ല കേട്ടോ. താങ്കൾ അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ ധാരണ അന്നേരം മാറ്റിയാൽ മതിയല്ലോ. ഏതായാലും ഞാൻ വായിച്ചിടത്തോളം മനസ്സിലാക്കിയെടുത്തോളം ഈ പറയുന്ന 6 മതവിഭാഗങ്ങൾക്കും അവരെ ഇതിൽ ഉൾപ്പെടുത്തരുത് എന്നൊരു നിലപാട് CPM എവിടെയും എടുത്തിട്ടില്ല എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം. പക്ഷെ പ്രശ്നം അതല്ല, പിന്നെ പൗരത്വം മതാധിഷ്ഠിതമാകരുത് എന്നുള്ള നിലപാടുണ്ട് CPM-നുണ്ട്. അതുകൊണ്ടാണ് ഈ 6 കമ്മ്യൂണിറ്റി മാത്രമല്ലല്ലോ ഉള്ളത്, എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട ഒരു അങ്ങനെയെങ്കിൽ അന്ന് അവതരിപ്പിച്ച പാർട്ടി കോൺഗ്രസിലാണെങ്കിലും പിന്നെ എവിടെയാണെങ്കിലും അന്ന് അവതരിപ്പിച്ച പ്രമേയത്തിൽ എന്തിന് അവിടെ പീഡനമേൽക്കുന്ന മതന്യൂനപക്ഷം എന്നൊരു വാക്ക് CPM ഉൾപ്പെടുത്തി? അങ്ങനെയെങ്കിൽ ആ രാജ്യങ്ങളിൽ പീഡനമേൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അഭയം നൽകണമെന്ന് ആയിരുന്നില്ലേ CPM എന്ന നിലപാട് സ്വീകരിക്കേണ്ടത്? അങ്ങനെയല്ലോ സ്വീകരിച്ചത്. പറഞ്ഞെന്താണ്? ആ രാജ്യങ്ങൾ, ബംഗ്ലാദേശിൽ, പണ്ട് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക്, ദളിത് വിഭാഗങ്ങൾക്ക് ഭാരതം അഭയം നൽകണം, അവരുടെ കാര്യത്തിൽ ലിബറൽ നയം സ്വീകരിക്കണം എന്ന് അടിവരയിട്ട് പറയുമ്പോൾ അവിടെ എവിടെയാണ് ഈ വ്യത്യാസമുള്ളത്? അല്ല, മതന്യൂനപക്ഷങ്ങൾ എന്നുള്ളത് തന്നെ അത് ഇൻക്ലൂസീവ് ആണ് ഉമേഷ്. എന്താണെന്നറിയാമോ? ഈ പിന്നെ നമുക്കറിയാമല്ലോ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായത് എന്തിനാണ്? 1972. അതുണ്ടായത് എങ്ങനെയാണ്? കിഴക്കൻ പാകിസ്ഥാൻ എന്ന് അതുവരെ അറിയപ്പെടുന്ന സ്ഥലമാണല്ലോ പിന്നീട് ബംഗ്ലാദേശായി മാറിയത്. നമ്മളവിടെ ചെല്ലുന്നത് തന്നെ, ഇന്ത്യൻ പട്ടാളം അവിടെ ചെല്ലുന്നത് തന്നെ അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട് അന്ന് അവശത അനുഭവിക്കൊണ്ടിരുന്ന, അന്ന് മുസ്ലിങ്ങൾക്കിടയിലെ ന്യൂനപക്ഷം എന്ന അവിടുത്തെ പിന്നെ ഔദ്യോഗിക മുസ്ലിം ഭരണാധികാരികൾ മുദ്രകുത്തിയ ആൾക്കാരായിരുന്നു. പിന്നീട് ബംഗ്ലാദേശായിട്ട് നമ്മൾ വിമോചിപ്പിച്ച് ഒരു സ്റ്റേറ്റാക്കി മാറ്റിയത്, ഒരു പുതിയ സ്റ്റേറ്റാക്കി, പുതിയ രാഷ്ട്രമാക്കി മാറ്റിയത്. അതിന് ഇന്ത്യയാണ് സഹായിച്ചത്, ഇടപെട്ടത്, യുദ്ധം ചെയ്തത് ഒക്കെ നമ്മൾ ആ ചരിത്രത്തെ പറയാൻ ഇവിടെ സമയമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുമില്ല. പക്ഷേ ഇപ്പോഴും
ഇപ്പൊ നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന, മലയാളികൾ വിളിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ പലരും യഥാർത്ഥത്തിൽ വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ ഉള്ളവരല്ല. അവർ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരാണ്. അവർക്ക് പലർക്കും പൗരത്വമില്ല. ഇപ്പോൾ പിന്നെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഏതാണ്ട് 40 ലക്ഷത്തിനടുത്ത് വരും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജനസംഖ്യയുടെ എണ്ണം. ഏതാണ്ടാണ് കേട്ടോ. പിന്നെ അവരിൽ എത്രയോ ആയിരക്കണക്കിന് പേർ ഈ ബംഗ്ലാദേശ് അഭയാർത്ഥികളായി വന്നു കയറിയവരുണ്ടെന്ന് അറിയുമോ? അതൊന്നും പ്രത്യേകമായി കണക്കെടുത്ത് നടന്നിട്ടില്ല. കേരളത്തിൽ അത്തരത്തിലൊരു സിറ്റുവേഷനിലേക്ക് CAA വരുമ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന മുസ്ലിം ജനസംഖ്യയാണ് വരാനുള്ളത് ഒരു വിഭാഗം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അത്തരത്തിലുള്ള ഹലോ, താങ്കൾ എന്തെങ്കിലും ചോദിച്ചോ? ഹലോ, അല്ല, താങ്കൾ തന്നെ പറഞ്ഞത് ബംഗ്ലാദേശിൽ നിന്ന് അടക്കമുള്ള ഇത്തരം കുടിയേറ്റങ്ങൾ, അവിടെയാണല്ലോ ഇത്തരം നിയമങ്ങളുടെ പ്രസക്തി. അതെ 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 അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണെന്നേ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ ഈ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് തന്നെ മുസ്ലിങ്ങളെ മതന്യൂനപക്ഷമായി അവിടെ മാറ്റി തീർത്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ തന്നെ ഉണ്ടത്, അഫ്ഗാനിസ്ഥാനിലതുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ കൊടിയ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങളുണ്ടെന്ന് അറിയുമല്ലോ, വ്യാപകമായിട്ടുണ്ട്. അത് ആ പ്രശ്നമുണ്ട്. ഇവിടെ ബർമ്മയിൽ രോഹിംഗ്യൻ മുസ്ലിംസ് നമ്മൾ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരനുഭവിക്കുന്ന യാതനകൾ എത്രത്തോളമാണെന്നുള്ള അറിയുമല്ലോ. അപ്പോൾ ഈ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ന്യൂനപക്ഷങ്ങളുണ്ട്. അതത് രാഷ്ട്രങ്ങൾ അങ്ങനെ കാണിക്കുന്നുമുണ്ട്. അത് വേറൊരു പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല ഈ CAA-യിൽ. മറിച്ച് അവരെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒഴിവാക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളതെന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത് പിന്നെ നമ്മുടെ ആദർശ് സംസാരിച്ചപ്പോൾ പറഞ്ഞു സുപ്രീം കോടതിയിൽ ഇത്തരത്തിലുള്ള സംഗതികൾ വരുന്നതൊന്നും പിന്നെ സുപ്രീം കോടതി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതിൻ്റെ കാരണം ഇതിൻ്റെ അകത്ത് ഇത് ബേസ്ലെസ് ആണെന്നുള്ള നിലയിൽ സംസാരിച്ചു എന്ന് ആദർശ് സംസാരിച്ചതാണോ അതോ ഉല്ലാസമാണോ സംസാരിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും അവർ രണ്ടുപേരാണല്ലോ പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മൾ ഈ പിന്നെ ഇലക്ട്രൽ ബോണ്ട് കേസിലും കണ്ടത്. എത്രയോ പ്രാവശ്യമാണ് പ്രശാന്ത് ഭൂഷൺ ആവർത്തിച്ച് സുപ്രീം കോടതിയിൽ സ്റ്റേ പെറ്റീഷൻ കൊടുക്കുന്നത്. പക്ഷെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. സ്റ്റേ നൽകാൻ കഴിയില്ല. കാരണം ഇത് പരിശോധിക്കണം, പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്, പരിശോധിക്കണം എന്നുള്ള നിലപാടാണ് സുപ്രീം കോടതി ആദ്യന്തം സ്വീകരിച്ചത്. അവസാനം അത് പരിശോധിക്കാൻ എടുത്തപ്പോഴാണ് ഭരണഘടനാ വിരുദ്ധമാണ്, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഫെബ്രുവരി 15-ന് അത് പിന്നെ റദ്ദാക്കുന്നത്. ആ സാഹചര്യം വരെ എത്തി. ഇവിടെയും അത് തന്നെയാണ്. പാർലമെന്റ് പാസ്സാക്കിയതാണ് നിയമം, ഇത് പരിശോധിക്കണം, അല്ലാതെ സ്റ്റേ തരാൻ കഴിയില്ല എന്നുള്ള സുപ്രീം കോടതി നിലപാട് ഏറ്റവും ശരിയായിട്ടുള്ളത് തന്നെയല്ലേ? അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. സുപ്രീം കോടതി അത്തരം ഒരു നിലപാട് അപ്ഹോൾഡ് ചെയ്യുന്നത് ശരിയാണ് എന്നാണ് എൻ്റെ ബോധ്യം എന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യില്ല എന്ന് പറയുന്നത് അത് ശരിയല്ല. സുപ്രീം കോടതിക്ക് അത് ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം ഏതായാലും എനിക്കില്ല. അവർക്കങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാനത് നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു നിലപാട് അതാണ്. അത് സുപ്രീം കോടതി അത് വിശദമായി പരിശോധിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം മതാടിസ്ഥാനത്തിലാവരുത് പൗരത്വം എന്നുള്ളതിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മതാടിസ്ഥാനത്തിൽ പൗരത്വം വരുന്നത് അത് പൊളിറ്റിക്കൽ ഡിവൈഡിനാണ് ഇടയാക്കുക. ആ പൊളിറ്റിക്കൽ ഡിവൈഡ് ഈ ഇലക്ഷൻ ഹിയറിംഗിൽ തന്നെ വരുന്നത് എന്തിനാണ്? സുപ്രീം കോടതിയിൽ കേസ് കിടക്കുമ്പോൾ എന്തിനാണ് ഈ 300 പേർക്ക് ഇങ്ങനെ പൗരത്വം കൊടുത്തതിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ചർച്ച നടത്തുന്നത് പോലും അതാണല്ലോ, എന്തുകൊണ്ടാണെന്നുള്ളതാണല്ലോ. അപ്പം അവിടെയാണ് പ്രശ്നം. ഇവിടെ ഈ പൊളിറ്റിക്കൽ ഡിവൈഡ് ഉണ്ടാവാനായിട്ട് കാരണമാവുന്നത് ഈ തരത്തിലുള്ള എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നതാണ് പ്രശ്നം. ഇതാണ് എൻ്റെ പക്ഷം. യെസ്, ശ്രീ ആദർശ് കുറി പറഞ്ഞതാണ്, പലതവണ വ്യാഖ്യാനിച്ചതാണ്. എന്തുകൊണ്ട് ഈ രാജ്യങ്ങളിലെ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങൾക്ക്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തന്നെ അതിൽ മത ന്യൂനപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന വിഭാഗങ്ങൾക്ക് ഈ CAA ബാധകമാകുന്നില്ല? ആദ്യമായി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ഒരു നന്ദി പറയാനുണ്ട്. കാരണം അദ്ദേഹം തന്നെ ഈ ചർച്ചയിൽ സമ്മതിച്ചു ഈ നിയമത്തിന്റെ പ്രസക്തിയും ഈ നിയമം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വളരെ സത്യസന്ധമായ ഈ വിഷയത്തിനെ പറ്റി പറയുന്നത്. ശരിയാണ്, ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്, അല്ല ഭാരതത്തിലേക്ക് ഉടനീളം വരുന്നുണ്ട്. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു വിഷയത്തെ ഞാനിവിടെ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് എന്തുകൊണ്ട് മറ്റ് നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ മുസ്ലിം പൗരന്മാർക്ക് അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റി പൗരന്മാർക്ക് നമ്മൾ പൗരത്വം കൊടുക്കുന്നില്ല? ആ വിഷയത്തെ ഞാൻ ആദ്യമായിട്ട് അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതില് നമുക്ക് പ്രധാനമായും നമുക്ക് അറിയാവുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന രാജ്യങ്ങളൊന്നും തന്നെ ആദ്യം തന്നെ നമുക്ക് അദ്ദേഹം പറഞ്ഞ റോഹിംഗ്യ മുസ്ലിംസിന്റെ കാര്യങ്ങൾ തന്നെ എടുക്കാം. റോഹിംഗ്യ മുസ്ലിംസ് നമുക്കറിയാം മ്യാൻമാറിൽ അത്രയ്ക്ക്
അതിതീവ്രമായ മതപീഡനത്തിന് ഇരയായ മുസ്ലിം വിഭാഗം തന്നെയാണ്. അതൊന്നും ആർക്കും സംശയമില്ല. അവർ മുസ്ലിങ്ങളാണ്, അവർക്ക് പിന്നെ പീഡനവും ഏറ്റിട്ടുണ്ട് എന്നുള്ളതൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഇന്ന് ലാഹോറിൽ ഏകദേശം 2 ലക്ഷത്തോളം റോഹിംഗ്യ മുസ്ലിംസ് ഇന്നും അഭയാർത്ഥികളായിട്ട് കിടക്കുന്നുണ്ട്. അത് ഓൺ റെക്കോർഡ് അതിൽ ഏകദേശം 40,000 to 50,000 വരെ മാത്രമേ കാണുമെങ്കിലും അതിൽ കൂടുതലുണ്ടെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്ക്. അപ്പോ മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാൻ തന്നെ ഇവർക്ക് പൗരത്വം നൽകുന്നില്ല. പോട്ടെ, ഈ അത് പാകിസ്ഥാനിലാണെന്ന് വിചാരിക്കാം, നമുക്ക് അതിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബംഗ്ലാദേശിന്റെ അവസ്ഥ ഇതാണോ? ബംഗ്ലാദേശിന്റെ തൊട്ട അയൽ രാജ്യമാണ് ഈ പറയുന്നത് മ്യാൻമാർ. ബംഗ്ലാദേശ് പൗരത്വം നൽകുന്നില്ല. അപ്പോ ഈ റോഹിംഗ്യ മുസ്ലിങ്ങളുടെ വിഷയം അത് ഭാരതത്തിന് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അത് ആഗോളതലത്തിൽ അന്താരാഷ്ട്ര സംഘടനകളും നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ സഹായത്തോടെ അഡ്രസ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. എന്നിട്ട് തന്നെ എന്നിരുന്നാലും നമ്മൾ പോലും അറിയാതെ തന്നെ ഭാരതത്തിലേക്ക് ബംഗ്ലാദേശ് ബോർഡർ വഴി ഒരുപാട് റോഹിംഗ്യ മുസ്ലിങ്ങൾ കടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത മൈനോറിറ്റി നമുക്ക് കണക്കെടുക്കാം. അഹമ്മദിയ മുസ്ലിംസ്. പാകിസ്ഥാനിലെ ഒരു പ്രബല വിഭാഗമാണ് അഹമ്മദിയ മുസ്ലിം, നമുക്കറിയാം. അഹമ്മദിയ മുസ്ലിംസ് അവിടുത്തെ പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റിയാണ്, സംശയമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പിന്നെ നമുക്ക് എപ്പോഴും നിരന്തരമായിട്ട് നമുക്കെതിരെ പല അന്താരാഷ്ട്ര തലത്തിലും അല്ലാതെയും നമ്മൾ യുദ്ധം വരെ ഫൈറ്റ് ചെയ്ത ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ ന്യൂക്ലിയർ പവർ, ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ അതുപോലെ മൈനോറിറ്റിയിലുള്ള ഒരു വ്യക്തിയെ പൗരത്വം ഇവിടെ കൊടുക്കണ്ടെന്ന് ആരും പറയുന്നില്ല. പൗരത്വം അവർക്ക് ഈ ഭാരതത്തിലേക്ക് വരാം, ഭാരതത്തിൽ അവർക്ക് പൗരത്വം നേടാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രമേ ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. അതായത് അവർക്ക് ഫാസ്റ്റ് ട്രാക്ക് സിറ്റിസൺഷിപ്പ് കിട്ടില്ല. അത് മാത്രമാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. അതായത് ഇപ്പൊ മൈനോറിറ്റീസ് ഏത് രാഷ്ട്രത്തിൽ നിന്നുമായിട്ട് ഭാരതത്തിൽ വന്ന് അവർക്ക് 11 വർഷം എന്ന് പറയുന്ന കണ്ടീഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്തുകൊണ്ട് ക്ലിയറൻസുകളും കേന്ദ്ര സർക്കാർ ഏജൻസികളും, കാരണം ഇതൊന്നും നമ്മൾ സുഹൃത്ത് രാഷ്ട്രങ്ങളല്ല, അപ്പൊ കൃത്യമായിട്ട് അതിൻ്റെതായ ചില ക്ലിയറൻസുകളും പ്രൊസീജിയേഴ്സും ആവശ്യമുണ്ട്. ആ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് അവർക്ക് പൗരത്വം നൽകും. പൗരത്വം നൽകാതിരിക്കുന്ന ഒരു ഇതല്ല ഭാരതത്തിനുള്ളത്. പിന്നെ ഈ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന മൈനോറിറ്റീസിന് ഈ പൗരത്വം കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് ചെയ്തു കൊടുത്തു. അത് മാത്രമേ വ്യത്യാസം ഈ ഒരു നിയമത്തിലുള്ളൂ. അല്ലാതെ ഈ നിയമം ഇവിടെ ഭാരതത്തിൽ വസിക്കുന്ന എല്ലാ മുസ്ലിങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചില ഫോൾസ് നെറേറ്റീവ് മാത്രമാണ്. അത് ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു കാരണവും കിട്ടാത്തത് കൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനു വേണ്ടി മാത്രം പുലർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യം മാത്രമാണ്. മറ്റ് അങ്ങനത്തെ ഒരു കാര്യവും ഇവിടെ ഇല്ല. ഇവിടെ ഈ നിയമത്തിൽ യാതൊരു വിവേചനപരമായിട്ടുള്ള ക്ലോസുകളും എവിടെയുമില്ല. ഇത് ഭാരതത്തിലെ ഒരു പൗരനെയും ബാധിക്കുന്ന ഒരു നിയമവുമല്ല. ഇനിയും പറയാൻ തുടങ്ങിയ ഇതിൽ ഒരുപാട് വിഷയങ്ങൾ ഇനിയുണ്ട്. ഞാൻ ഒരു ചെറിയൊരു പോയിന്റ് കൂടി ആഡ് ചെയ്തിട്ട് പറയാം. ഇനി നമ്മുടെ സംസ്ഥാനം ഇതില് ആദ്യം തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ എതിർപ്പ് പറഞ്ഞ 2-3 സംസ്ഥാനങ്ങൾ, ഒന്ന് ബംഗാളാണ്, ഒന്ന് കേരളമാണ്, നമ്മുടെ കേരളം, പിന്നെ ഒന്ന് തമിഴ്നാടാണ്. ഇതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ബംഗാളിനെ സംബന്ധിച്ച് ബംഗാളിൽ ഇപ്പോ ഒരു ഭരണപക്ഷ വിരുദ്ധ വികാരം വളരെ ശക്തമായിട്ട് ഉടലെടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അവിടെ ഏകദേശം 27-28% ഉള്ള പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ സർക്കാരിന്റെ വോട്ട് ബാങ്കാണ്. ആ വോട്ട് നിശ്ചിതം അവർക്ക് കിട്ടിയേ പറ്റൂ. അതുകൊണ്ടാണ് അവിടെ ആദ്യമായിട്ട് ഈ നിയമത്തിനെതിരെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും നടന്നത്. ഇത് തന്നെയാണ് കേരളത്തിലും നടന്നത്. കേരളത്തിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കേന്ദ്ര നിയമത്തിനെതിരെ കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലുള്ള ഒരു നിയമത്തിനെതിരെ ഒരു സംസ്ഥാന സർക്കാർ, ഞാനും നിങ്ങളും അടയ്ക്കുന്ന ടാക്സ് അടയ്ക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്തുകൊണ്ട് അധികാരത്തിലെത്തിയിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ നമ്മളെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കുന്നു. ഇത് ശരിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്. അതില് അത് രാജ്യസുരക്ഷയെ മാത്രമല്ല, നമ്മൾ ഓരോ പൗരന്റെയും വ്യക്തി സുരക്ഷയെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ട് ഈ ഒരു നിയമത്തെ നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. ശ്രീ പ്രൊഫസർ റോണി കെ ബേബി,
പലതരത്തിൽ അത് വാഗ്വാദങ്ങളായിട്ടാണെങ്കിലും ചോദ്യോത്തരങ്ങളാണെങ്കിലും ഒക്കെ ഈ വിഷയം പല കുറി ദേശീയ തലത്തിൽ ചർച്ചയായതാണ്. അവിടെ ഒരിടത്ത് പോലും രാജ്യത്തെ ഒരു പൗരൻ്റെയും പൗരത്വം നഷ്ടപ്പെടുക എന്ന് മാത്രമല്ല, ഈ നറേറ്റീവ് ബിൽഡ് ചെയ്യപ്പെട്ടതുപോലെ ഒരു മതവിഭാഗത്തിന് എതിരുമല്ല ഇത്. പിന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്, ബി ജെ പി പറയുന്നത് ഇതൊരു രാഷ്ട്രീയ നിലപാട് മാത്രമായി കാണാൻ സാധിക്കുമോ? നേരത്തെ അമിത്ഷാ രാഹുൽ ഗാന്ധിയോട് ചോദിച്ച 5 ചോദ്യങ്ങളിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ അധികാരത്തിലെത്തിയാൽ CA പിൻവലിക്കുമെന്ന് പരസ്യമായി പറയാൻ ധൈര്യമുണ്ടോ എന്നതാണ്. ഞങ്ങള് അധികാരത്തിൽ വന്നാൽ വളരെ വ്യക്തമായി തന്നെ കാറ്റഗോറിക്കലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ വളരെ കൃത്യമായി തന്നെ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 10 വർഷം BJP സർക്കാർ ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഭരണഘടനാ വിരുദ്ധമായ മുഴുവൻ നിയമങ്ങളും റദ്ദാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വളരെ CA പറ്റി ഒരു വ്യക്തത വന്നിട്ടില്ലല്ലോ ശ്രീ റോണി കെ. അവിടെയാണ് ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയപ്പെടുന്നത്. അവിടെ ഇത്രയും രാജ്യത്ത് മുഴുവൻ നിങ്ങൾ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും ഒരു വാക്ക് CA ഞങ്ങൾ പിൻവലിക്കുമെന്ന് നേരിട്ട് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കോൺഗ്രസ് കാട്ടിയില്ല? അതാണ് BJP ചോദിക്കുന്ന ചോദ്യം. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം മാത്രമല്ല, നിങ്ങൾ കൊണ്ടുവന്ന ഭരണഘടനാ വിരുദ്ധമായ മുഴുവൻ നിയമങ്ങളും. കാരണം നമ്മൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ മാത്രമായിട്ട് ഒതുക്കരുത്. കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വളരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന മുഴുവൻ നിയമങ്ങളും ഇവിടെ വളരെ വ്യക്തമായി തന്നെ ഇവിടെ ഞാൻ ഒറ്റ കാര്യം, ഇവിടെ ഈ പറയുന്ന അയൽ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കടന്നു വന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ, അത് ഏത് പ്രോസിക്യൂഷൻ ആണ്? റിലീജിയസ് പ്രോസിക്യൂഷൻ ആണ്, പൊളിറ്റിക്കൽ പ്രോസിക്യൂഷൻ ആണ്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ ശ്രീലങ്ക എന്ന് പറയുന്നത് നമ്മുടെ അയൽ രാജ്യമല്ലേ? ആ ശ്രീലങ്കയിൽ നിന്നും ഇവിടെ എത്രയോ ദശകങ്ങളായി ഇവിടേക്ക് കടന്നു വന്ന തമിഴ് വംശജരുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ പൗരത്വത്തെ കുറിച്ച് പറയുന്നില്ല? ഇവിടെ ഇന്ന് വലിയ ആവേശത്തോടു കൂടി അല്ലെ അയൽ രാജ്യങ്ങളിൽ അവിടെ ഈ പറയുന്ന തമിഴ് വംശജരും അവിടെയുള്ള ഒരു റിലീജിയസ് പ്രോസിക്യൂഷൻ ആണ്. അവിടെ ശ്രീലങ്കയില് അധികാരത്തിൽ അല്ലെ മുഴുവൻ അധികാരവും അനുഭവിക്കുന്ന സിംഹള മേധാവിത്വം, ബുദ്ധമതം, അവിടുത്തെ പ്രിഡോമിനന്റ് റിലീജിയൻ എന്ന് പറയുന്നത് ബുദ്ധമതമാണ്. അവിടുത്തെ സിംഹള വംശജർ അവരുടെ കിരാതമായ അടിച്ചമർത്തലില് ഈ രാജ്യത്തേക്ക് രക്ഷപ്പെട്ടു വന്ന തമിഴ് വംശജർ, നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ അഭയാർത്ഥത്തെ കുറിച്ച് പറയുന്നില്ല? അവിടെയാണ് നിങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഇവിടെ BJPയുടെ വക്താവ് വലിയ ആവേശത്തോടെ പ്രസംഗിക്കുന്നത് കേട്ടു. കഴിഞ്ഞ 10-60 വർഷം ഈ രാജ്യത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു, കോൺഗ്രസ് എന്ത് നൽകി? നമുക്ക് വളരെ കൃത്യമായ ഒരു ഉത്തരവുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരിക്കലും മതത്തിന്റെ പേരിൽ ഒരു നിയമനിർമ്മാണം അല്ലെ മതത്തിന്റെ പേരിൽ ഒരുത്തരെയും മാറ്റി നിർത്തുന്ന, കാരണം അവിടെ നിന്നും അഭയാർത്ഥികളായി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം 71-ലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് യുദ്ധ കാലഘട്ടത്തിൽ ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ വലിയ പോരാട്ടമായിരുന്നു. അവിടെ പൊളിറ്റിക്കൽ പ്രോസിക്യൂഷൻ, അവിടെ കിഴക്കൻ പാകിസ്ഥാനിൽ പൊളിറ്റിക്കൽ പ്രോസിക്യൂഷന്റെ ഇരകളായി ഇങ്ങോട്ട് കടന്നു വന്നവർക്ക് വേണ്ടി അഭയമൊരുക്കിയത് നമ്മളാണ്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന തമിഴ് വംശജർ, അവർക്ക് വേണ്ടി ശ്രീലങ്കയിൽ പോയി പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉൾപ്പെടെ പോയി പ്രൊട്ടക്ഷൻ നൽകിയത് നമ്മളാണ്. നമ്മളല്ലാതെ ഒരിക്കലും കഴിഞ്ഞ കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ ഇവിടെ BJPയുടെ വക്താവ് പറയുന്നു മൻമോഹൻ സിംഗിന്റെ പ്രസംഗം, നിങ്ങൾ എത്രമാത്രം വസ്തുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ആ മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും, ഞാൻ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കേട്ടു, ആ പ്രസംഗങ്ങൾ ഞങ്ങളും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അവിടെ എവിടെയെങ്കിലും റിലീജിയസ് ഈ പറയുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തീർച്ചയായും പറയുന്നു സാർ. മതന്യൂനപക്ഷങ്ങൾ, ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൽ ആരാണ് മതന്യൂനപക്ഷങ്ങൾ? ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമീപ അത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ റിലീജിയസ് പ്രോസിക്യൂഷൻ എത്രയോ ആളുകൾ ഇവിടെ ചൈനയിലെ ഉറുങ്കിയൻ മുസ്ലിംസ് അവിടെ കിരാതമായ ക്രൂരമായ പീഡനത്തിനിരയാവുന്ന റിലീജിയസ് പ്രോസിക്യൂഷൻ അവർ നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് നിങ്ങൾ എന്തുകൊണ്ട് പൗരത്വത്തെ കുറിച്ച് പറയുന്നില്ല? റോഹിംഗ്യ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നില്ല, അഹമ്മദീയരെ കുറിച്ച് പറയുന്നില്ല, മുജാഹിറുകളെ കുറിച്ച് പറയുന്നില്ല, അങ്ങനെ എത്രയോ ആളുകളെ തമിഴ് വംശജരെ കുറിച്ച് പറയുന്നില്ല. അല്ലെ, ഇത്തരം അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമം ഇവിടെ മാറ്റിയിട്ടില്ലല്ലോ ശ്രീ റോണി കെ. ഇവിടെ അതൊക്കെ പരമ്പരാഗതമായി എങ്ങനെ നടക്കും അത് തന്നെ നടക്കും. അതിലൊന്നും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇതിനെ എന്തുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു വെച്ചാൽ നിങ്ങളുടെ MS ഗോൾവാൾക്കറിന്റെ, VD സവർക്കറിന്റെ ആശയങ്ങൾ പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ പൗരത്വ അവകാശങ്ങൾ പോലും ചോദിക്കാതെ, എന്താ ഗോൾവാൾക്കർ എഴുതി വെച്ചിരിക്കുന്ന വിചാരധാരയിൽ? പൗരാവകാശങ്ങൾ പോലും ചോദിക്കാതെ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ സംഘപരിവാരത്തിന്റെ അടിമകളായി കഴിയണമെന്നാണ് നിങ്ങളുടെ ഗോൾവാൾക്കറിന്റെ വിചാരധാരയിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു ഈ NRC കുറിച്ചോ NPR കുറിച്ചോ BJP പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. ഇത് തുടർച്ചയായി ഇനിയും NRC NPR നടപ്പാക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ വിഭജിക്കുക, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നടപ്പാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ അടിമകളാക്കി. ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരായ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു സർവമത സമഭാവന. എങ്ങനെയെങ്കിലും എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഈ പറയുന്ന സർവമത സമഭാവനയെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല?
എന്തുകൊണ്ട് മണിപ്പൂരിൽ കത്തുമ്പോൾ അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നില്ല? ഈ രാജ്യത്തിന് പ്രധാനമന്ത്രിയല്ലേ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ പോന്നാൽ അവിടെ ക്രിക്കറ്റ് ടീമിലെ മുസ്ലിങ്ങൾക്ക് അതൊക്കെയാണ് ഈ സമഭാവന എന്ന് പറയുന്നത്. സമഭാവനയുണ്ട്. ആർഷഭാരത സംസ്കാരം പറഞ്ഞ മഹത്തായ ഹിന്ദു സംസ്കാരം പറഞ്ഞ വലിയ ആദർശങ്ങളുണ്ട്. പക്ഷേ BJPയും സംഘപരിവാരം നടപ്പാക്കിയിട്ടുള്ള ഹിന്ദുത്വ അജണ്ടയുണ്ടല്ലോ, ആ ഹിന്ദുത്വ അജണ്ടയിൽ ഈ പറയുന്ന അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത്, ഞാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ മുസ്ലിങ്ങൾ മാത്രം വിഷയം അല്ലെന്നേ. ഇവിടെ പൗരത്വ നിയമം നടപ്പാക്കിയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് വന്നത് സിഖ് ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി, ദളിത് സംഘടനകൾ, എത്രയോ സെക്കുലർ ആയിട്ടുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾ ഇതിനെതിരെ വന്നു. ഇതൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഒരു മുസൽമാന്റെ മാത്രം പ്രശ്നമല്ല, ഒരു മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഇത് എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ മതേതര സംസ്കാരത്തിന്റെ മതേതര സ്വഭാവത്തിന്റെ നിങ്ങൾ തകർക്കുവാൻ ശ്രമിക്കുന്ന, നിങ്ങൾ അവസാനത്തെ ആണിയടിച്ച് തകർക്കുവാൻ ശ്രമിക്കുന്ന, അതുകൊണ്ടാണ് നിങ്ങൾ 370 സീറ്റ് 400 സീറ്റ് എന്ന് പറയുന്നതിന് കാരണം എന്താ? ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഭൂരിപക്ഷം നിങ്ങൾക്ക് വേണം. പക്ഷേ വളരെ വ്യക്തമായി പറഞ്ഞത് ഈ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അത്ര സനാതന ആദർശങ്ങളിൽ വലിയ മഹത്തായ ഹിന്ദു വിശ്വാസത്തിൽ പുലർത്തുന്ന ഭൂരിപക്ഷ ജനമുള്ള ഈ രാജ്യം, അവരൊരിക്കലും ഈ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത വർഗീയ അജണ്ടയുടെ ഭാഗമായി നിൽക്കുക. അവർ വളരെ കൃത്യമാണ്. നിങ്ങൾ ഇപ്പോൾ ഈ കൃത്യമായി തന്നെ ഈ നിയമം ഈ സന്ദർഭത്തില് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ പറയുന്നത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല. സുപ്രീം കോടതി കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 2018 ഈ പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചു. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇതിന് ചട്ടങ്ങളൊന്നും തയ്യാറാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞു. മുന്നോട്ട് പോയി ചട്ടങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ നിയമം കൊണ്ടുവന്നൊരു കാര്യം ഞാൻ പറയാം, അടുത്ത ദിവസം തന്നെ സുപ്രീം കോടതിയിൽ ഈ നിയമം വരും, അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്ത് അപ്പോഴും സുപ്രീം കോടതി ഹർജിക്കാരുടെ ആവശ്യം പോലെ ഇത് സ്റ്റേ ചെയ്തിരുന്നില്ല. ശ്രീ റോണി കെ ബേബി, താങ്കളേക്ക് മടങ്ങിയെത്താൻ ഈ ചർച്ചയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നതുകൊണ്ട് തന്നെ താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക്, താങ്കൾ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾക്ക് BJP കൂടി മറുപടി പറയണം. ഞാൻ ചോദ്യം ആവർത്തിക്കുന്നില്ല. ശ്രീ ഉല്ലാസ് ബാബു, നമ്മൾ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നതുകൊണ്ട് വളരെ വേഗം താങ്കൾ മറുപടി. വളരെ വേഗം മറുപടി പറയാം. അതിന് മുമ്പേ പറഞ്ഞൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഓയിലിന്റെയും ഡീസലിന്റെയും കണക്കൊക്കെ ഇപ്പോഴും വന്ന് വെച്ച് കലക്കാറുണ്ട് ഈ റോണി. 2 ലക്ഷം കോടി രൂപയുടെ ഓയിൽ ബോണ്ട് കൊടുത്തു തീർത്തതേ ഈ 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച നരേന്ദ്രമോദിയാണെന്ന് ബോധ്യം ഉണ്ടായിക്കോളൂ കേട്ടോ. മൻമോഹൻ സിംഗ് ഇറക്കി വെച്ച് പോകുമ്പോൾ ഉണ്ടാക്കി തീർത്ത പ്രശ്നമാണ് 2 ലക്ഷം കോടി രൂപയുടെ ഓയിൽ ബോണ്ട്. അത് കൃത്യമായിട്ട് ജനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ അത് കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ. അത് മനസ്സിലാക്കോ. എന്താ ഈ റോണി പറയുന്നത്? ഞങ്ങൾ മതേതരത്വം 40 വട്ടം മതേതരത്വം പ്രസംഗിച്ചത് കണ്ടായില്ല റോണി. കൃത്യമായിട്ട് ഈ സമൂഹത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിപ്പിച്ചിട്ടില്ല, അങ്ങ് വിഭജിപ്പിച്ചിട്ടില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ വെട്ടിമുറിക്കുന്നതിൽ 1ാം സ്ഥാനത്ത് നിന്നവരല്ലേ നിങ്ങൾ. നിങ്ങളുടെ ഈ രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ സ്വന്തം പേര് പോലും ജനങ്ങളെ പറ്റിക്കാൻ ഉപയോഗിച്ചതല്ലേ സോണിയയും രാഹുലും ഈ പ്രിയങ്കയും. അതിന്റെ പേരിൽ ഗാന്ധിയുടെ പേരിൽ സിമ്പതി ഉണ്ടാക്കി അതിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ നോക്കിയ നാണം കെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളാണ്. ജാതീയമായി ഈ നാടിനെ വെട്ടിമുറിപ്പിച്ചു, മതപരമായി ഈ നാടിനെ നോക്കിക്കണ്ടു. ഈ സമൂഹത്തെ എല്ലാ തരത്തിലുള്ള വിഭജനത്തിനും കൂട്ടുന്നതും നിങ്ങളാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏതെല്ലാം രീതിയിൽ പിന്നോക്കം വലിക്കാമോ അതിനെല്ലാം കൂട്ടുനിന്ന് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സമയത്താ. നിങ്ങൾ കുറെ കണക്ക് പറഞ്ഞില്ലേ. ഈ 2003 CABയിലെ ചർച്ച നടക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് ആ ചർച്ച നടക്കുമ്പോഴാണ് കൃത്യമായി പറഞ്ഞത് മൈനോറിറ്റീസ് എന്ന്. അപ്പോ ഈ നിങ്ങൾ പറഞ്ഞ ഈ വിഭാഗക്കാരൊന്നും ഈ ലോകത്തുണ്ടായിരുന്നില്ലേ? അവർക്ക് വേണ്ടി എന്താ മൻമോഹൻ സിംഗ് പ്രസംഗിക്കാഞ്ഞത്? ഈ ശ്രീലങ്കയ്ക്കകത്തുണ്ടായിരുന്ന തമിഴ് വംശജരുടെ വിഷയം അന്നുണ്ടായിരുന്നില്ലേ? എന്താ ഉണ്ടാഞ്ഞത്? അന്നൊന്നും മിണ്ടാൻ പറ്റാതെ ഇന്ന് വളരെ വർത്തമാനം പറഞ്ഞുകൊണ്ട് 4 ആളുടെ മുമ്പിൽ കയ്യടി മേടിക്കാനുള്ള ജിമ്മിക്ക് കാണിക്കാൻ വരുന്നോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു വളർന്ന ഓരോ വ്യക്തിക്കും CAA എന്ന് പറയപ്പെടുന്നത് കൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ത്യ ഈ നാടിനകത്ത് വരേണ്ടവരെ, ഈ നാടിനകത്ത് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമം തന്നെയാണ്. അന്യനാട്ടിൽ വിഷമം അനുഭവിക്കുന്ന, റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന, മതപരമായി പീഡനം അനുഭവിക്കുന്ന ആളുകളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഈ നാടിന്റെ സ്വത്വമാണ്, നൈതികതയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടന ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് റോണി കിടന്നിങ്ങനെ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ റോണി അത് കൃത്യമായി നടപ്പിലാക്കുമെന്നുള്ളത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ മനോഹരമായി ഭരിച്ചു വന്നതും കൃത്യമായ വികസന അജണ്ട നടപ്പിലാക്കിയതും ഇനി വരാൻ പോകുന്ന 5 വർഷവും
അതേ നിലപാടോടുകൂടി തന്നെയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ നേതാവ് രാഹുലും സോണിയും പ്രിയങ്കയും ഒക്കെ ഇങ്ങനെ ജോഡോ യാത്ര നടത്തി കാശ്മീരിൽ കിടന്ന് ഐസിട്ട് കളിച്ചില്ലേ, അത് കളിച്ചതടക്കം ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള ഭരണ മികവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് റോണി മനസ്സിലാക്കിയാൽ റോണിക്ക് നല്ലത്. കോൺഗ്രസ് പാർട്ടി ഈ നാടിന്റെ ദോഷം മാത്രം സമ്മാനിച്ച സംഘടനയാണ്, ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ പാർട്ടി ഈ നാടിനെ കൈപ്പിടിച്ച് ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒന്നാമത് എത്തിച്ച പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ റോണി വരേണ്ട. അത് നമുക്ക് ജൂൺ 4-ാം തീയതി ഒന്നും കൂടി വേണമെങ്കിൽ ചർച്ച ചെയ്യാം. റോണി ഒന്നും കൂടി വേണമെങ്കിൽ ചർച്ച ചെയ്യാം. തോറ്റ് തുന്നം പാടി റോണി ഇരിക്കുമ്പോ നമുക്ക് അന്ന് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അസ്വസ്ഥതയൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നു. യെസ്, എന്തായാലും പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. യെസ്, ചർച്ചയുടെ സമയം പൂർത്തിയായതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തായാലും മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഗ്യാരണ്ടിയിൽ ഒന്നായിരുന്നു CAA. എന്തായാലും ആ ഗ്യാരണ്ടി നടപ്പിലാക്കി തുടങ്ങിയത് തിരഞ്ഞെടുപ്പിൽ BJPക്ക് അപ്പം മേൽക്കൈ ഉണ്ടാക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജന ഡിബേറ്റ് പൂർത്തിയാകുന്നു. പങ്കെടുത്ത അതിഥികൾക്കും പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.